ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാസിസ്റ്റായ ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചാൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളതാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നേരെ തിരിച്ചാണ്. അതായത് നാസിസ്റ്റിൻ്റെ കീഴിലുള്ള വിക്ടിമിന്, ഇരകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അസുഖമോ മറ്റോ ബാധിച്ചാൽ ഇവർ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയല്ല, ഇതിനെ 4 ഘട്ടമായിട്ടാണ് പറയുന്നത്. 4 ഫേസ്. അതായത് നാസിസ്റ്റായ ഒരു വ്യക്തിക്ക് വിക്ടിമിൻ്റെ രോഗത്തെ ഇടപെടുന്നത് 4 ഫേസിലൂടെയാണ്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് എഫക്റ്റാണ്. അതായത് ഇതെങ്ങനെയാണ് തന്നെ ബാധിക്കുക എന്നുള്ളതാണ് ആദ്യം നാസിസ്റ്റ് ചിന്തിക്കുക. ഒരു ഉദാഹരണം പറയാം. വിക്ടിമിന് രോഗം ബാധിച്ചു. അപ്പോൾ നാസിസ്റ്റ് ഉടൻ തന്നെ ചിന്തിക്കുക, ഇതെങ്ങനെ എന്നെ ബാധിക്കും? എൻ്റെ പൈസ കുറേ തീരുമോ? എനിക്ക് ഹോസ്പിറ്റലിൽ കുറേ ദിവസം നിൽക്കേണ്ടി വരുമോ? എൻ്റെ ജോലി കുറേ ദിവസം ലീവാക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റ്, എന്തെങ്കിലും കല്യാണമോ മറ്റോ ഉണ്ടെങ്കിൽ അത് മുടങ്ങുമോ? ട്രിപ്പ് മുടങ്ങുമോ? ആ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. നേരെ മറിച്ച് ഉപകാരമായ രീതിയിലെടുക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പ്രേമിക്കുന്ന സമയത്താണ് വിക്ടിമിന് രോഗമുണ്ടാകുന്നത്. അപ്പോൾ ഇവർ അവസരമായിട്ട് കണക്കാക്കും, നല്ലോണം കെയർ ചെയ്യും, പരിഗണിക്കും, അങ്ങനെ നല്ല പേര് വാങ്ങും. അതായത് ഇതെങ്ങനെ തന്നെ ബാധിക്കും നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവാണ്, നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായ ലെവലിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല കെയറും ശ്രദ്ധയും കൊടുക്കും. നെഗറ്റീവ് ആണെങ്കിലോ കൊടുക്കൂല. വ്യത്യാസം മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാം ഘട്ടം. ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് റെസ്പോൺസാണ്. ഇവർ എങ്ങനെ പെരുമാറും? പല രീതിയിലായിരിക്കില്ലേ പെരുമാറുക. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അനുഭവം ഉള്ളതാണ്. ഞാൻ കുറച്ചും കൂടി വിശാലമായിട്ട് തന്നെ പറയാം. ഒന്നാമത്തെ റെസ്പോൺസിൻ്റെ രീതിയാണ് കോൾഡ് ഡിസ്മിസൽ. തണുപ്പം മട്ടിലുള്ള ഒരു മനോഭാവമായിരിക്കും. തീരെ ശ്രദ്ധിക്കൂല, പരിഗണിക്കൂല, രോഗം വന്നതായിട്ട് ഭാവിക്കുകയില്ല. അതായത് നിങ്ങൾ രോഗിയായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കൂല, അവരവരുടെ കാര്യങ്ങളായിട്ട് പോകും. അവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും പെരുമാറുക. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മിനിമൈസേഷനാണ്. രോഗത്തെ നിസാരമാക്കി പറയും, നിസാരമാക്കി അവതരിപ്പിക്കും. ഇത് ചെറിയൊരു ജലദോഷമാണ്, 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ എന്തിനാണ് മരുന്നിന് പോയിട്ട് പൈസ ഒക്കെ കളയുന്നത്, ഒരു ചുക്ക് കാപ്പി കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്ത് രോഗമാവട്ടെ, അത് സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ പോലും ആവട്ടെ, അതിനെ നിസാരമാക്കി പറയും. നിസാരമാക്കി പറയുന്നല്ല, നിസാരമാക്കി പെരുമാറുകയും ചെയ്യും. കൊവേർട്ട് നാസിസ്റ്റ് ഇതിൽ ആശാന്മാരാണ്. അവർ എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് കാര്യമായ ഒന്നുമില്ലപ്പാ, അതൊരു തോന്നൽ മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നലുണ്ടാവലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ട് 2 ദിവസം റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ പോയിട്ടുണ്ട്, കുറച്ച് മെൻ്റൽ പ്രശ്നമുണ്ട്, വേറൊന്നുമില്ല എന്ന രീതിയിൽ ഇതിനെ മിനിമൈസ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അറ്റൻഷൻ ഹൈജാക്കാണ്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് രോഗമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് മാറും, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൂടുതൽ കെയറും പരിഗണന നൽകും. ആ വ്യക്തിയുടെ ബന്ധുക്കളായ ആൾക്കാരൊക്കെ വരികയും കാണുകയൊക്കെ ചെയ്യും. അതേ സമയത്ത് ഏറ്റവും അറ്റൻഷൻ സീക്കറായി ഇവർക്കത് വിഷമമുണ്ടാക്കും, വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഉടൻ തന്നെ രോഗം വന്നതായിട്ട് ഭാവിക്കും. പിന്നെ എല്ലാവരും ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ സമാധാനവും മാത്രമല്ല, ഇവർക്ക് കുറേ ലാഭവും കിട്ടും. പ്രത്യേകിച്ച് മറ്റാളെ ചികിത്സിക്കൊന്നും വേണ്ട, എനിക്കും പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ സിമ്പതിയും കിട്ടും. അപ്പോൾ ആ വ്യക്തിക്ക് ശ്രദ്ധ കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ അറ്റൻഷൻ ഹൈജാക്ക് ചെയ്യുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നാലാമത്തെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഗിൽറ്റ് വെപ്പനാണ്. അതായത് കുറ്റബോധം ഒരു ആയുധമാക്കി ഉപയോഗപ്പെടുത്തും. നീ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? കുട്ടികളെ കാര്യങ്ങൾ ആര് നോക്കും? കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന ആരാണ്? എല്ലാ ചുമതല എനിക്കായി, പണിയെടുക്കും വേണം, നിൻ്റെ കാര്യം നോക്കണം, കുട്ടികളെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധം ഉണർത്തുന്ന രീതിയിലുള്ള സംസാരിക്കും. രോഗിക്ക് തന്നെ തോന്നും, ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ബുദ്ധിമുട്ടാണ്, ശരിയല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അവർ രോഗത്തോടു കൂടി തന്നെ കഷ്ടപ്പെട്ട് പല പണികളും ചെയ്യാൻ തുടങ്ങും. അതോടെ അവരുടെ രോഗം മൂർച്ഛിക്കും. മനസ്സിലായല്ലോ? മൂർച്ഛിച്ച് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോവാം. പക്ഷേ ഇവർ മൈൻഡ് ചെയ്യൂല. ലാക്ക് ഓഫ് എമ്പതി, ഒരു തരത്തിലുള്ള പരിഗണനയും അവരുടെ അടുത്ത് കിട്ടൂല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനോ ബന്ധു വീട്ടിൽ പോകാനോ സമ്മതിക്കൂല. പോട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. ഹസ്ബൻഡാണ് നാസിസ്റ്റ്, ഭാര്യയാണ് വിക്ടിം. അപ്പോൾ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം, എൻ്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കുറ്റപ്പെടുത്തുകയാണ്. ഇത് സഹിക്കാൻ പറ്റാത്ത ഭാര്യ എന്ത് ചെയ്തു? സ്വന്തം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. മക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലും കുറ്റപ്പെടുത്തും. നിനക്കിങ്ങനെ പോയാൽ മതിയല്ലോ, ഇവിടുത്തെ കാര്യങ്ങൾ ആരറിയണം, ഞാൻ എന്നെ ഒറ്റയ്ക്ക് നോക്കണ്ടേന്നൊക്കെ പറഞ്ഞ് അതിനും സമ്മതിക്കൂല. ബന്ധുക്കളെ ബന്ധപ്പെടാനും സമ്മതിക്കില്ല, ഒന്നും ചെയ്യൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിക്ടിമിന് ഒരേ സമയത്ത് രോഗത്തോടും മല്ലിടണം, ഈ കുറ്റബോധത്തിനെതിരെ മല്ലിടണം. അതായത് നാസിസ്റ്റിനെ ബോധ്യപ്പെടുത്താനും പറ്റണം, കഷ്ടപ്പെടുകയും വേണം. വല്ലാത്തൊരു കഷ്ടപ്പാട് ഇവർ ഇട്ട് നൽകും. ഇതാണ് നാലാമത്തെ റെസ്പോൺസ്. അപ്പോൾ സെക്കൻഡ് ഘട്ടം ഫേസ് എന്ന് പറയുന്നത് റെസ്പോൺസാണ്. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കണ്ടീഷണൽ കെയർ ആണ്.
ചില വ്യക്തികൾക്ക് ഇവർ കെയർ നൽകും, അതായത് വിക്ടിമിനെ നല്ലോണം പരിഗണിക്കും, വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. പക്ഷേ അതിൽ ചില ഇടൻ അജണ്ട ഉണ്ടാവും, ചില ഉദ്ദേശശുദ്ധി ഉണ്ടാവും. ഇവർക്ക് ചില കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും. ചിലപ്പോൾ ഇവരുടെ അടുത്ത് ചില സൈന് വാങ്ങാനുണ്ടാവും, സ്വത്ത് കിട്ടേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധിക്കേണ്ടതുണ്ടാവും. ഇതൊന്നുമല്ല, ബന്ധുക്കളെ കാണിക്കാനായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാനായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഇവർ വളരെയധികം കെയർ നൽകും. അപ്പം ഇങ്ങനെ കെയർ നൽകുന്ന ആൾക്കാർ വേറെ ഇല്ല എന്ന് തന്നെ എല്ലാവരും വിചാരിക്കും. എല്ലാവരും പറയുകയും ചെയ്യും, അവളെ ഭാഗ്യം അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യം, എത്ര നല്ല ആളാണ് കിട്ടിയിട്ടുള്ളത്, എത്ര നല്ല സപ്പോർട്ടാണ് അവനക്കുള്ളത് അല്ലെങ്കിൽ അവൾക്കുള്ളത് എന്ന് തോന്നുന്ന രീതിയിലുള്ള സപ്പോർട്ട് നൽകും. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുകൊണ്ട് പല ലാഭങ്ങൾ ഇവർക്ക് കിട്ടും. അത് സ്വത്തോ പ്രശസ്തിയോ പണമോ പല രീതിയിലുള്ള ഉപകാരം അവർക്കുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം കെയർ ചെയ്യും. അപ്പോൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ബില്ലൊക്കെ കുറച്ച് കൂടുതൽ കാണിച്ചാൽ മതിയല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ചാർജ് മറ്റൊക്കെ. 1 ലക്ഷം രൂപ ചിലവായ സ്ഥലത്ത് 4-5 ലക്ഷം ചിലവായി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മുക്കാനും കക്കാനൊക്കെ ഇവർക്ക് അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ കണ്ടീഷനായിട്ട് ഉപാധികളോടുകൂടി ഇവർ പരിഗണിക്കും, കെയറൊക്കെ നൽകും. ഇനി 4ാമത്തെ ലാസ്റ്റ് ഘട്ടമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 4 ഘട്ടമാണോ എന്നുള്ളത്: 1 എഫക്റ്റ്, 2 റെസ്പോൺസ്, 3 കണ്ടീഷണൽ കെയർ, 4ാമത്തത് റിക്കവറി സ്റ്റേറ്റ് ആണ്. അതായത് രോഗി അവസാനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമല്ലോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രോഗം മാറുമല്ലോ. ആ രോഗം മാറിക്കഴിഞ്ഞാൽ ഇവരത് ആയുധമാക്കി പറയും, നിന്നെ ഇത്രയും കാലം കെയർ ചെയ്ത ആരാണ്, കാലാകാലത്തേക്ക് മതി. അതായത് 2 ദിവസം ലീവ് എടുത്തിട്ടോ മറ്റോ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം പറയാനുള്ള ഒരു വെപ്പൺ, ഒരു ആയുധമായിരിക്കും അത്. ഈ രോഗിക്ക് തന്നെ തോന്നും അന്ന് ഇവരെ സപ്പോർട്ട് വേണ്ടായിരുന്നെന്ന് തോന്നും. ആ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുണ്ടാവും. മാത്രവുമല്ല ഫൈനാൻഷ്യലായിട്ടുള്ള വലിയ ക്രൈസിസിലൊക്കെ ഉന്തിത്തള്ളും. അതായത് നിൻ്റെ രോഗത്തിന് ഇത്രയൊക്കെ പൈസ ചിലവാക്കി, അതുകൊണ്ട് ആ പൈസ ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടിക്കും, പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും. പ്രത്യേകിച്ച് രോഗമായ സമയത്ത് ഇവർ സ്വന്തം വീട്ടുകാരൊന്നും അറിയിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അവർ വന്നിട്ടുണ്ടാവില്ല. പിന്നെ രോഗം മാറിക്കഴിഞ്ഞാൽ നിൻ്റെ മാതാപിതാക്കൾ വന്നിട്ടില്ലല്ലോ, ഞാൻ അറിയിച്ചിട്ടും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞ് ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഉപയോഗിക്കും. ജോലി രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട്, ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട്, ഫൈനാൻഷ്യലായിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, കുറ്റപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഇവരെ ഈ രോഗത്തെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ 4 സ്റ്റേറ്റ് ആണുള്ളത്. റിക്കവറി സ്റ്റേറ്റ്, അപ്പോൾ റിക്കവർ ആയിക്കഴിഞ്ഞാലും രോഗി രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലും നാസിസ്റ്റിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടൂല എന്നർത്ഥം. ഇതാണ് ഇവർ പൊതുവെ ചെയ്യുന്ന രീതികൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാസിസ്റ്റിന് രോഗം വന്നാലോ വിക്ടിമിന് രോഗം വന്നാലോ ബുദ്ധിമുട്ടുന്ന ആരാണ്? വിക്ടിം തന്നെയാണ്, നാസിസ്റ്റ് അല്ല എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. വീണ്ടും കാണാം. നന്ദി.